ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 2 ഡിസൈനാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ 4 നെയിൽ പോളിഷാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്നത്. ഇൻഡെക്സ് ഫിംഗറിലും സ്മോൾ ഫിംഗറിലും ഞാനിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ഈ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഈ ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ 2 ഫിംഗറിലും ഈ ഒരു ഷെയ്ഡ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഷെയ്ഡ് 2 കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ളൊരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. ഞാൻ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് ആദ്യത്തെ ഷെയ്ഡ് തന്നെ വെച്ചിട്ട് മാസ്റ്റിക്കിൽ എടുത്തിട്ട് ഇതുപോലെ 2 ഡോട്ട്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഫിംഗറിലും അതുപോലെ തന്നെ ഡോട്ട്സ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ച് ഫ്ലവറിൻ്റെ രൂപത്തിലാക്കിയെടുക്കാം. 2 ഫിംഗറിൽ ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റും. ടൂത്ത് പിക്ക് വെച്ചിട്ടായാലും നിങ്ങൾക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഗ്രീൻ ഷെയ്ഡ് വെച്ചിട്ട് ഇതുപോലെ പൂവിനൊരു തണ്ടും കൂടി നമുക്ക് വരച്ചു കൊടുക്കാം. രണ്ടാമത്തെ ഫിംഗറിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് കേട്ടോ ഇത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും. നെയിൽ പോളിഷ് വെറുതെ ഇട്ട് കൊടുക്കുന്നവരും ഉണ്ടാകും. എന്നാലും എന്നെപ്പോലെ ഇങ്ങനെയൊക്കെ ചെയ്യാനും ഇഷ്ടമുള്ളവരും ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ളവരൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് ഡിസൈൻസ് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ജസ്റ്റ് ഇതുപോലെ ലീഫും കൂടി ചെയ്തെടുക്കാം. രണ്ട് ഫിംഗറിലും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മുടെ ഡിസൈൻ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ക്ലിയർ കൂടി അപ്ലൈ ചെയ്തിട്ട് ഡിസൈൻ ഫിനിഷ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അടുത്ത ഡിസൈനിലേക്ക് പോകാം. രണ്ടാമത്തെ ഡിസൈനിന് വേണ്ടിയിട്ടും ഈ സെയിം ഷെയ്ഡ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്നത് കാണിക്കുന്നില്ല. അതിന് ഗ്രീൻ കളർ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. അടുത്തത് പർപ്പിളിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വൈറ്റും പർപ്പിളും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു യു പിന്നിൽ എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ട്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡോട്ടിൻ്റെ ഉള്ളിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് കേട്ടോ നമ്മുടെ യു പിന്ന്. അതുപോലെ മാസ്റ്റിക്കൊക്കെ നമുക്ക് ഡോട്ടിൻ ടൂളായിട്ട് ഉപയോഗിക്കാം. 2 ഫിംഗറിൽ ഞാൻ ഇതുപോലെ തന്നെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് എടുത്തിട്ട് ഇതുപോലെ യു പിന്നിൽ എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഫിംഗറിലും അതുപോലെ തന്നെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ലീഫ് കൂടി നമുക്ക് വരച്ചു കൊടുക്കാം. 2 ഫിംഗറിൽ ഞാൻ ലീഫ് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡിസൈൻ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ക്ലിയറും കൂടി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഏത് ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ പുതിയ ഡിസൈൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.